അതിൽ DGP കുഴപ്പമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ ഇരിക്കുന്ന ഓഫീസർമാരെ കുറ്റിയും ആ SIT ടീം, 2 ADGPമാരും മറ്റു 2 ഉദ്യോഗസ്ഥരാണല്ലോ. അവരെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് മോശം അഭിപ്രായം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ അന്വേഷണം താഴെ തലത്തിൽ നടക്കുന്നത് വളരെ മോശമാണ്. ഞാൻ അന്വേഷണ IG-യോട് ഞാൻ പറഞ്ഞിരുന്നത് 188ഓളം കേസുകൾ മുഖ്യമന്ത്രി തന്നെ പുറത്തു വിട്ടു അന്ന് പത്രസമ്മേളനത്തിൽ 21, 22, 23 കാര്യങ്ങൾ. അതിലൊരു 10 ആളെങ്കിലും വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരാളെ പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ നിർബാധമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് തടയുന്നതിന് പോലീസ് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ആ ഇടപെടലിനെ തടസ്സപ്പെടുത്താൻ, സ്വർണ്ണക്കള്ളക്കടത്ത് അമ്പകുരം ഇവിടെ തുടരാൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളിൽ അത്തരത്തിലൊരു താല്പര്യമുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചു PV Anwar ആണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ആ കുന്തമൻ എൻ്റെ മേലിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അന്വേഷണം ഈ സ്വർണം കൊണ്ടുവന്നവരെ കണ്ടെത്തി ഇന്നലെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. ഞാൻ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു. അവരുടെ നിന്ന് കിട്ടിയ വിവരങ്ങളുടെയും സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് പൊതുസമൂഹത്തിൽ പറഞ്ഞത്. അപ്പം മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ ADGP എഴുതി കൊടുത്തൊരു വാറോലയാണ് വായിച്ചത്. 1500 ഗ്രാമിലെ സ്വർണം പാൻറ്റും ഷെഡിയും കത്തിച്ചു കഴിഞ്ഞാൽ ഇത്രേ ബാക്കിയാവുള്ളൂ. പോലീസ് എല്ലാ പ്രൊസീജിയറും പാലിച്ചുകൊണ്ടാണ് കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നത്. അതിന് സാക്ഷികളുണ്ട്. ഇതൊക്കെ അജിത് കുമാർ എഴുതി കൊടുത്ത പറയുന്ന ആ വാറോല അതല്ല സത്യം എന്ന് ഇന്നലെ ഞാൻ ബോധ്യപ്പെടുത്തി. കോടതിയിലെ കസ്റ്റംസിൻ്റെയും ഡോക്യുമെന്റ്സ് അടക്കം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മുഖം മറച്ചിരുത്തി മഹത്വവൽക്കരിച്ചിരിക്കുകയല്ല ചെയ്തത്. മുഖം തുറന്ന് മനുഷ്യരോട് സംസാരിക്കുക ചെയ്തത്. കൊണ്ടുവന്ന വ്യക്തി മാത്രമല്ല, ഈ 2 കുടുംബം എയർപോർട്ടിൽ അവരെ റിസീവ് ചെയ്യാൻ പോയവരാണ്. അവർക്കുണ്ടായ അനുഭവം ഭാര്യയും ഭർത്താവും പറയുന്നു. മറ്റത് അച്ഛനും അമ്മയും അത് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതൊക്കെ ഇവിടെ തെളിവുള്ള കാര്യങ്ങളല്ലേ? അപ്പോൾ ഇപ്പം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു. എന്താ ബോധ്യപ്പെട്ടത്? അൻവർ അന്യനാണ് ഇതിൻ്റെ പിന്നിൽ. അതല്ലേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകെ രത്ന ചുരുക്കം. ആയിക്കോട്ടെ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയോട് ഇപ്പോൾ പറയുന്നു, ആവശ്യപ്പെടുന്നു, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഹൈക്കോടതിയിൽ. ഞാൻ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ഇത്ര വലിയ ഒരു കൊള്ള, ടാക്സ് വെട്ടിപ്പ്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘത്തെ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, മയക്കുമരുന്ന് കച്ചവടം, ഇതൊക്കെ അജിത് കുമാറും ടീമും നടത്തിയ എത്രയോ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ്. എത്രയോ നിരപരാധികൾ ജയിലിലാണ്. എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത്? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി എനിക്കെന്താ മാർഗം? എനിക്ക് ആകെ ഇനി ജുഡീഷ്യറിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. കേരളത്തിലെ ബഹുമാന്യരായ ജഡ്ജിമാരൊക്കെ അത് കാണുന്നുണ്ടാവുമല്ലോ. അവരും മനുഷ്യരാണല്ലോ. ഈ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും ശേഷിയുള്ളവർ തന്നെയാണല്ലോ ഈ പറയപ്പെടുന്ന ജഡ്ജിമാരൊക്കെ. അവരിലാണ് എനിക്ക് പ്രതീക്ഷ. ഞാൻ ആ സ്റ്റെപ്പിലേക്ക് നീങ്ങും. ആ സ്റ്റെപ്പിൽ, ആ പ്രയറിൽ ഞാനൊരു കണ്ടീഷൻ കൂടി വെക്കും. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരുടെ സാന്നിധ്യത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തീരുമാനിക്കണം. കേരളത്തിലെ സത്യസന്ധരായ റെക്കോർഡുള്ള IPS തുടങ്ങി താഴേക്കട വരെയുള്ള സത്യസന്ധരമായ പോലീസ് ഓഫീസേഴ്സിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് കണ്ടെത്താൻ സാധിക്കും. അവരെ ഒരു ടീമുണ്ടാക്കണം. എൻ്റെ പ്രയർ അതായിരിക്കും. സർക്കാരിനോട് ആവശ്യപ്പെടുകയല്ല, കോടതിക്ക് നിയമപരമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് പറയാൻ നിയമപരമായി അധികാരമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ചെയ്യണമെന്ന് ഈ നാട്ടിലെ സാധാരണ പൗരൻ എന്ന നിലക്ക് ഞാൻ റിക്വസ്റ്റ് നടത്തും. അതിന് നിയമ തടസ്സമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അത് ചെയ്യട്ടെ. PV Anwarന്റെ പങ്ക് അന്വേഷിക്കട്ടെ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ അന്വേഷണ സംഘം PV Anwar ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണോ? ഇവരെ സ്വാധീനിച്ചുകൊണ്ടാണോ ഈ പറയിപ്പിച്ചത്? ഈ 188 ആളെയും ആ അന്വേഷണ സംഘം വിളിച്ചന്വേഷിക്കട്ടെ. ഇതൊരു പ്രപഞ്ച സത്യമല്ലേ? അപ്പൊ അത് പുറത്തു വരട്ടെ. അത്രയും ആ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഓരോരുത്തർ ചോദിക്കും. താങ്കൾ നടത്തിയ 2 മണിക്കൂർ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി തന്നെ 2 മിനിറ്റാണ് മറുപടി പറഞ്ഞത്. ചോദ്യങ്ങൾക്കൊന്നും പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി ഇപ്പൊ ഈ ആകുന്ന അൻവറാണ് ഇതിന്റെ കുറ്റവാളി എന്ന് പറയാൻ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം നടന്നു പോകാതെ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പത്രസമ്മേളനം നടത്താൻ സ്വാഭാവികമായിട്ടും
അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി മാനിച്ച് അദ്ദേഹത്തിന് ഇരുന്നിട്ട് ഒരു 10-15 മിനിറ്റ് പറയാൻ കഴിയുള്ളൂ, നമുക്കറിയുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊന്നും ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരിക പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ബാക്കി പറയാത്തതെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി LDF വിട്ടു എന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, ഞാനത് തിരുത്താൻ നിൽക്കുകയാണ്. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാനിനി അങ്ങനെ എന്താ പറയുക, സംസാരത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞോ എന്നറിയില്ല. ഞാൻ LDF വിട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ല, വായോണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നില്ല നിങ്ങൾ പരിശോധിക്കും, നിങ്ങൾക്കറിയാം, എനിക്ക് ഓർമ്മയില്ല. ഞാൻ LDFലെ പാർലമെന്ററി പാർട്ടിയിലല്ല, നിങ്ങൾ പുറത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടുന്നവരെ ഞാൻ LDF പാർലമെന്ററി പാർട്ടിയിലാണ്. പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുമോ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, പാർലമെന്ററി പാർട്ടിയിലെ അംഗത്തിൽ നിന്ന് ഞാൻ ഒഴിവായി മാറി എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞതല്ല. ഈ പറയുന്ന കൂട്ടത്തിൽ വായന ചിലപ്പോൾ വീണു പോയിട്ടുണ്ടോ എനിക്കറിയില്ല. അതൊരു ടങ് സ്ലിപ്പ് ആവാനേ സാധ്യതയുള്ളൂ. ഞാനത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആവാനാണ് സാധ്യത. ഞാൻ പാർലമെന്ററി LDFനോടൊപ്പം തന്നെ എപ്പോഴും. ആ LDFനോടൊപ്പം നിൽക്കുന്ന നീ അവിടുന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കും. ആ ചോദ്യം വന്നു, അപ്പോഴേ പറഞ്ഞു നിങ്ങൾ എവിടെ ഇരിക്കും, LDF എന്ന് പുറത്താക്കി. ഞാൻ നടുവിലിരിക്കുന്നു പറഞ്ഞു. വേറൊരു പത്രം നടുവിലിരിക്കാൻ പറ്റില്ല, ഞാൻ തറയിലിരിക്കുന്നു പറഞ്ഞു. അത്രേ ഉള്ളൂ, ആ വിഷയം അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ക്ലിയർ. നീ എന്താ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മുന്നണിയെയും അപകീർത്തിപ്പെടുത്തുകയാണ് അൻവർ ചെയ്തതെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഈ സംവിധാനത്തെയും വരും ഭാവിയിൽ കീർത്തിപ്പെടുത്തണമെങ്കിൽ ഈ അപകീർത്തി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. ഈ രീതിയിലാണ് ഈ പാർട്ടിയും ഈ സംവിധാനവും ഈ LDFും പോകുന്നതെങ്കിൽ 2026 ഇനി തെരഞ്ഞെടുപ്പല്ല മനുഷ്യ, ആ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികളുണ്ടാവും. 20-25 സീറ്റിന് മേലെ LDFന് ജയിക്കാൻ കഴിയില്ല. ഇതാണ് ഈ സംവിധാനം ഇവിടെ തുടരുന്നതെങ്കിൽ. ഈ അപകീർത്തിയെ ക്ലീൻ ചെയ്ത് ഇത് ശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും LDF നേതൃത്വത്തിനുണ്ട്. CPI നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചല്ലോ. ഇപ്പം എന്താണ് ആ സാധുക്കളും ഉണ്ടാത്തത്? എന്താ അവർ പിന്മാറിയത്? അങ്ങനെയാണോ ഒരു 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 കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ പാർട്ടി പിന്നെ എന്താ നിലപാട് സ്വീകരിക്കാത്തത്? അത് എനിക്കത് പറയാൻ കഴിയില്ല. ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയം വസ്തുതാപരമാണെന്നും ആ വിഷയത്തിൽ സത്യസന്ധതയുണ്ട് എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനിയും സംസാരിക്കും. ഞായറാഴ്ച വൈകുന്നേരം നിലമ്പൂരിൽ വെച്ച് ഞാൻ എൻ്റെ നിലമ്പൂരിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പത്രക്കാരോട് മാത്രം സംസാരിച്ചാൽ പോരാ. എന്നെ ആക്കിയ ജനം, ഈ 3 അക്ഷരം നൽകിയത് നിലമ്പൂരിലെ ജനതയാണ്, സഖാക്കളാണ്. അവരുടെ പബ്ലിക് മീറ്റിൽ എനിക്ക് ഇനിയും രാഷ്ട്രീയം പറയാനുണ്ട്. ഈ ആരോപണത്തിൻ്റെ മൂട്ടിൽ ഇങ്ങനെ നടന്നാൽ മതിയോ? ഞാനിതിൻ്റെ പിന്നാലെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇനി കോടതി നടപടിയിലേക്ക് പോകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ, അതിൻ്റെ വഴിക്കത് പോകട്ടെ. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഇന്ന് കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നെക്സസ് ആണ്. ഈ പറയുന്ന എല്ലാ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനതല നേതാക്കൾ തൊട്ട് ജില്ലാതല നേതാക്കൾ വരെ ഇവരൊറ്റക്കെട്ടാണ്. ഒരു പാർട്ടി പ്രവർത്തകനും ഒരു പാർട്ടിയിലെയും അവർക്ക് നീതി ലഭിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രമാണിക്കെതിരെ ആ പ്രമാണി ആ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട പ്രമാണിയാണെങ്കിൽ ആ പ്രമാണിക്ക് വേണ്ടിയിട്ട് ആ മറ്റു പാർട്ടികൾ സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രമാണി ഒരു വേണ്ടാത്ത സംഗതി ചെയ്താൽ അതിനെതിരെ സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ ഈ പറയുന്ന പെറ്റീഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ എന്താണ് ആ കേസ് എവിടെ എത്താത്തത്? എന്താണ് ആ പാർട്ടിയിലെ പ്രവർത്തകർക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, കോൺഗ്രസും ലീഗും BJPയെ കുറിച്ച് എനിക്കത് അറിയില്ല. കാരണം അവരുമായിട്ട് എനിക്കൊരു ഇൻട്രാക്ഷനും ഇല്ല. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസും ലീഗും ഈ കേരള കോൺഗ്രസും ഒക്കെ ആയിട്ട് എനിക്ക് ഇൻട്രാക്ഷൻ ഉണ്ട്. സാധാ പ്രവർത്തകരുമായിട്ടും അതിൻ്റെ മിഡിൽ ക്ലാസ്സിലും അതിൻ്റെ ടോപ്പ് ക്ലാസ്സിലുമുള്ള ലീഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ആ അറിവ് വെച്ച് വേണ്ട പറയുന്നത്. ആ നെക്സസ് ആണ് ഇനി കേരളത്തിൽ എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്. യുവാക്കൾ മുഴുവൻ അന്തം വിട്ട് നടക്കുകയാണ്. ഈ കുഴിമന്തിയും കഴിച്ച് ഈ കമ്പ്യൂട്ടറിലെ ഫോണും കേട്ട് ഈ മ്യൂസിക്കും കേട്ട് നടക്കുകയാണ് കേരളത്തിലെ യുവാക്കൾ. എങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നതിനെ കുറിച്ച് അവർക്കൊരു ധാരണയില്ല. കാലാകാലം ഈ കോഴി ബിരിയാണിയിൽ നിന്ന് കിടന്നുറങ്ങാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം ഇത് വലിയൊരു ആപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു. ഇവിടെ ഇന്നുള്ള ഈ മനുഷ്യരുടെ സ്നേഹം ഇല്ലായ്മ ചെയ്യാൻ യൂട്യൂബർമാർ പരിശ്രമിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നു സാജൻ സ്കറിയ. അവനെ വരെ എന്താ പറയാ, എന്ത് വൽക്കരിക്കാന്നാ പറയാ, മഹത്വവൽക്കരിക്കുകയാണ്. പ്രതികളെ മാത്രമല്ല, ഈ നാട് കുട്ടിച്ചോറാക്കുന്ന, ഈ നാട് മതവിദ്വേഷം പടർത്തുന്ന, ഈ നാട്ടിൽ ഏറ്റവും നല്ല വിൽക്കാൻ യൂട്യൂബിൽ നല്ലത്
മതവിദ്വേഷം പടർത്തുകയാണെന്ന് ഈ ഒരു യുവ ടീമിനെ പഠിപ്പിച്ച് അതിൻ്റെ ലീഡർഷിപ്പ് ഭരിക്കുന്ന മറുനാടനെ മഹത്വവൽക്കരിക്കുകയാണ്. കുഴപ്പമായിരിക്ക PV അൻവർ മറുനാടനെതിരെ നടത്തിയ ഈ പോരാട്ടമൊന്നും ശരിയല്ലായിരുന്നു. ആരാ കൂട്ടരെ പറയുന്നത്? ആരാ പറയുന്നത്? എവിടെ എത്തിയവര്? ഇത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോരാട്ടം നടത്തണ്ടല്ലോ, എന്നെ വഞ്ചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നോട് പറയാം, അൻവറെ നീ നിന്റെ പണിയെടുത്തോ, അവരെങ്ങനെയും ജീവിച്ചോട്ടെ, ഇതൊക്കെ പാർട്ടി ഇടപെട്ടോളാ, നീ അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഒരു കൊല്ലത്തെ അധ്വാനാണ്. ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് പണം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഈ തെറിവിളി മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും ആ തെറിവിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാജൻ സ്കറിയെ പോലും മഹത്വവൽക്കരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടായി പോക്ക്? എങ്ങോട്ടാണ് ഈ പോക്ക്? ഇതൊന്നും മനസ്സിലാവാതെ കേരളത്തിലെ യുവാക്കള്, എല്ലാ പാർട്ടിയിലും പെട്ടവര് കിടന്നുറങ്ങുക. ആ യുവാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ നെക്സസിനെ കുറിച്ച്. ഇന്ന് KT ജലീൽ പറഞ്ഞത് പോലീസിലെ സംഘീവൽക്കരണത്തെ കുറിച്ച് കൂടിയാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ ഒരു ഈ CM-ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു BJP ഒരു ബന്ധം ഉണ്ടോ? താങ്കൾക്ക് അനുഭവമില്ല. ഞാൻ എൻ്റെ പൊന്നുമാശെ, ഞാൻ സ്നേഹം കൊണ്ട് പറയാണ്, ഇതൊക്കെ ഞാൻ വളരെ ആവർത്തിച്ച് വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ചോദിക്കാനൊന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം, അത്രേ ഉള്ളൂ. ഇതായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അബ്ദുറഹ്മാൻ പറഞ്ഞ് താങ്കൾ മുഖ്യമന്ത്രി ഒരു പിതൃതുല്യനായി കാണുന്നു, സ്വന്തം പിതാവിനെയാണ് അൻവർ ചീത്ത പറഞ്ഞതെന്നാണ് അബ്ദുറഹ്മാൻ പറയുന്നത്. PV അൻവർ സ്വന്തം പിതാവ് മകനെ കുറിച്ച് അവൻ ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ PV അൻവർ വഴിയിൽ നിന്ന് കോൺഗ്രസിൽ കയറി എന്നാണ്. ആ സംസ്കാരമാണ്. പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. പാർട്ടി രേഖ അതെല്ലാം സമ്മതിച്ചത് പറഞ്ഞ CM പറഞ്ഞ കറക്റ്റാണ്. എനിക്കതിലൊന്നും ഒരു വിഷമമില്ല. മനസ്സിലായോ? രണ്ട് കാര്യത്തിലെ വിഷമമില്ല. ഒന്ന്, ഈ പറഞ്ഞ കാര്യം, ഏത് ഈ കള്ളന്മാരുടെ നേതാവാക്കി സമൂഹത്തിന് മുന്നിലേക്ക് നിട്ടു. പിന്നെ വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശശി ചെയ്തു കൊടുത്തില്ല, നിയമപരമല്ലെങ്കിൽ അതിൻ്റെ പേരിലൊന്നും ആളെ പുറത്താക്കാൻ പറ്റില്ല. ഞാനിതാ ഇവിടെ ഇരിക്കുന്ന എല്ലാ പത്രക്കാരുണ്ടല്ലോ, കേരളത്തിലെ പൊതുസമൂഹത്തിൽ കേൾക്കുന്നുണ്ടല്ലോ. എൻ്റെ പാർക്ക് പൂട്ടിച്ചിട്ട് ഏകദേശം 7 കൊല്ലമായി. ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിരവധി പരിശോധന നടത്തി. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് അവസാനം തീർപ്പ് കൽപ്പിക്കേണ്ട ഡിപ്പാർട്ട്മെന്റാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പാർക്ക് വന്ന് പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുത്തു. ഇത് ഡിസാസ്റ്റർ ഏരിയയിലല്ല, ചില്ലറ റീറ്റെയിനിങ് വാളുകളും സ്ട്രെങ്തനിങ് ചെയ്തുകൊണ്ട് ഈ പാർക്ക് തുറന്നു കൊടുക്കാമെന്ന് പറയുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതിൻ്റെ എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞ് അതിൻ്റെ പ്ലാനായി, അതിൻ്റെ ഡിസൈനായി, റീറ്റെയിൻ വാളിൻ്റെ എല്ലാ ഡിസൈനിങ്ങും തീരുമാനമാക്കി GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്ന പ്ലാനും സ്കെച്ചും ബഹുമാനപ്പെട്ട CM-ന്റെ ഓഫീസിൻ്റെ ടേബിളിൻ്റെ മുമ്പിലാണ് 3 ദിവസമായിട്ട്. നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സംസ്ഥാന ഹെഡ് ഡോക്ടർ കുര്യാക്കോസ, നെറ്റിലുണ്ട് ആ നമ്പർ, നിങ്ങൾ വിളിച്ചു ചോദിക്കും. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഒപ്പിട്ടെങ്കിൽ എനിക്ക് ആ പാർക്ക് തുറക്കാൻ കഴിയുള്ളൂ. ആ ഫയൽ ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എന്താ എനിക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എന്നെ സംബന്ധിച്ചത് വിഷയമല്ല, അവർ ചെയ്യുന്നത് ചെയ്യട്ടെ. ഞാൻ ഈ സർക്കാരിൽ നിന്നൊരു മുട്ടുസൂചിന്റെ ഒരു കാലിച്ചായ ഞാൻ കുടിച്ചിട്ടില്ല. 1 രൂപ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഈ ശമ്പളത്തിന് ഞാൻ എടുക്കുന്നില്ല. MLA ഓഫീസിൽ നിങ്ങൾ പോയി നോക്കണം. ശമ്പളത്തിന്റെ വരുന്ന പൈസ എങ്ങോട്ടാണ് ചെലവഴിക്കുന്നത് നിങ്ങൾ നോക്കണം. നിങ്ങൾ പരിശോധിക്ക്. എനിക്കും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ട്. നിരവധി അനവധി ചികിത്സക്ക് ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട്. അന്നെടുത്ത് പോകാൻ പറയും. ഒരു പാരാസെറ്റമോള് ഈ 8 കൊല്ലത്തിന്റെ ഇടക്ക് കേരളത്തിന്റെ സർക്കാരിന്റെ ചെലവിൽ ഒരു പാരാസെറ്റമോള് PV അൻവർ വാങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് പറയും. ഇവിടെ സ്വന്തമായിട്ട് വിമാനവും സ്വന്തമായിട്ട് വലിയ എന്താ പറയുക കോടാനക്കോടി റുപ്യയുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ ചികിത്സക്ക് അമേരിക്ക പോണത് ഗതിയില്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത്. മനസ്സിലായോ? ഇവനൊക്കെ നടക്കുന്ന എല്ലാ ചെലവുകളും ഇതിൽ എഴുതിയ സർക്കാരിന്റെ ചെലവിലാണ് പോകുന്നത്. ആകെ എടുക്കുന്ന ഡീസലിന്റെ പൈസയാ ആ കൂപ്പണ്. ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അനുവദിച്ചിട്ടില്ല, ഒരു പാരാസെറ്റമോൾ അഞ്ഞൂറ് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണൂല. നിങ്ങൾക്ക് എന്താ മാന്തണോൻ? എവിടെ മല? ഇപ്പൊ ഒന്ന് പോകുന്ന നിങ്ങൾ കടമ്പോയില് ഒരാളെ കൊണ്ട് നിങ്ങൾ പറയിക്ക്
നിങ്ങൾ വെള്ളം മുട്ടിച്ചു. ഈ പറയുന്ന ആദിവാസികൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ കുടുംബം അവിടെ എപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ. ഒന്ന് പോയി ചോദിക്കും നിങ്ങൾ, അവരെ വെള്ളം കൂടി മുട്ടിച്ചൊക്കെയാണോ, അവർക്ക് വെള്ളം കൊടുത്താണോ എന്ന്. ഇതെല്ലാം ഇവിടെ നിൽക്കല്ലേ, ഇതെല്ലാം ഇവിടെ നിൽക്കുക. ആദ്യം നിങ്ങൾ എന്താക്കി, എന്നെ വേറെല്ലുടെ താല്പര്യത്തിന് വേണ്ടി കൊള്ളക്കാരനാക്കി, മലമാന്തുന്നവനാക്കി, പലരിൽ നിന്നും പണം വാങ്ങി, എൻ്റെ ശത്രുക്കളിൽ നിന്ന് പണം വാങ്ങി, പത്രമാധ്യമ പ്രവർത്തനം നടത്തി സ്വന്തമായി കാറ് വാങ്ങിയ 3-4 ആളുകളുണ്ട് കേരളത്തിൽ. നിങ്ങൾക്കറിയോ? നിങ്ങളിൽ നല്ലവരുണ്ടാവും. ആ വായിച്ചെരിപ്പിട്ട് കിടക്കുന്ന പത്രപ്രവർത്തകനെ ഇവിടെ കണ്ടു. അങ്ങനത്തെ സാധുക്കൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന നെക്സസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില പത്രമാധ്യമ പ്രവർത്തകരും ഇവർക്ക് കൂട്ടാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഒരു സാധനവും പുറത്തു വരാത്തത്. ഒന്നും വരില്ല, ഇവർ മൂടി വെക്കും. ഈ പറയുന്ന നെക്സസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരൊക്കെ നിൽക്കുന്നത്. ഇതാർക്കാ നഷ്ടം? കേരളത്തിലെ ജനങ്ങൾക്കാ നഷ്ടം. ഈ തലമുറക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവർക്ക് അടിമയായി നിൽക്കാതെ ഈ നാട്ടിൽ ഒരു വിഷയവും ഇവിടെ റേസ് ചെയ്യാൻ സാധിക്കൂല. ഒരുവിധപ്പെട്ടവന്റെ ഒക്കെ മടിയിൽ കനണ്ട്. മനസ്സിലായോ? അപ്പൊ അതാണ് ജനങ്ങളോട് പറയാനുള്ളത്. അത് നിലമ്പൂരിൽ 5-ാം തീയതി ഞാൻ വിശദീകരിക്കും എൻ്റെ രാഷ്ട്രീയം. അത് വലിയ പരസ്യം കൊടുത്ത് സ്റ്റേജ് കെട്ടി മൈക്ക് അനൗൺസ്മെന്റ് നടത്തി രാജ്യം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഒന്നുമില്ല. ഒരു മേശയിടും, അതിന്റെ മുകളിൽ ഒരു മൈക്ക് എടുക്കും, PV Anwar അതിന്റെ മുകളിൽ കയറി സംസാരിക്കും. ജനങ്ങൾ വരികയാണെങ്കിൽ വരട്ടെ. ജനങ്ങൾ വരുന്നില്ലെങ്കിൽ എനിക്കെന്താന്ന്? ഈ മനുഷ്യർക്ക് വേണ്ടിയായി പറയുന്നത്. ഇവർക്കാർക്കും ഇതിൽ താല്പര്യമല്ല. ഇനിയും ഈ കോഴി ബിരിയാണിയും മന്തിയും കടിച്ച് ഈ മ്യൂസിക്കും കേട്ട് കിടന്നുറങ്ങാനാണ് കേരളത്തിലെ യുവജയുടെ തീരുമാനമെങ്കിൽ അത് ആ വഴിക്ക് പോട്ടെ ഞാൻ തീരുമാനിക്കും. എന്റെ പൊന്നാര മോനെ ഞാനിത് പറഞ്ഞല്ലോ, മുൻവിധിയോട് കൂടിയാണ്. നിങ്ങൾക്കറിയാലോ എന്തിനാണ് നീ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്താ ചോദിച്ചത്? എന്താണ്? പാർട്ടി സമ്മേളന കാലമാണ്. അൻവർ ഇന്നലെ പറഞ്ഞ പല കാര്യങ്ങളും ഈ സമ്മേളനത്തെ കൂടി ലക്ഷ്യമിട്ടാണ്, പാർട്ടിയിലെ ഇക്വേഷനെ തന്നെ സ്വാധീനിക്കാനാണ്. എന്താണ് അതിലെന്താ അടിസ്ഥാനമല്ല? ഞാൻ ഒരു പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. മാത്രമല്ല കോൺഗ്രസ് നിന്ന് വലിഞ്ഞു കയറി വന്നോനെ ഞാൻ. എനിക്ക് ഈ പാർട്ടിയെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുക? എനിക്ക് എന്ത് സ്വാധീനിക്കാൻ ഈ പാർട്ടിയെ പറ്റുക? അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്നും കൂടി പറഞ്ഞു. ഇത് ഇപ്പം അല്ലേ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നിന്ന്. ആ ഗൂഢാലോചന ഒന്ന് ഞാനാണ്, 2 AK ബാലൻ സഖാവാണ്, 3-4 ആൾക്കാർ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു ആ മീറ്റിംഗിൽ വിളിച്ച ആളുകൾ. അത് AK ബാലൻ സഖാവിനോട് ഞാൻ ചോദിക്കണം. എനിക്ക് മുഖപരിചയമില്ല, കാര്യപ്പെട്ട ആളുകളാണ് ഇതിന്റെ. താങ്കൾ 30-ാം തീയതി വരെ പ്രതികരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. പിന്നീട് പാർട്ടി നേതാക്കളുടെ പ്രസ്താവനയാണോ ഇതെല്ലാം ലംഘിക്കാനുള്ള താങ്കൾ ഇന്നലെ പത്രസമ്മേളനത്തിലില്ല സാജിദേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടിയെ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്തുകൊണ്ടാണ്? നിങ്ങൾ അഭ്യർത്ഥന നിർത്തണം, ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ഞാനത് മാനിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? ഈ കേസ് സത്യസന്ധമായി അന്വേഷിക്കണം, അത് പാർട്ടിയാണ് ഏൽപ്പിക്കുകയെന്ന്. അത് പാർട്ടി അത് ഏൽക്കാൻ തയ്യാറില്ല. അൻവർ പറഞ്ഞതിൽ കഴമ്പില്ല, മുഖ്യമന്ത്രി തള്ളി. പിന്നെ ഞാൻ എന്ത് അന്വേഷണ റിപ്പോർട്ടിന് വിഡ്ഢിയായി കാത്തിക്കണം? ഇനി ആ വരുന്ന വാറോലയ്ക്ക് ഞാൻ കാത്തിക്കണോ? വാറോല എന്ന് പറയും നമ്മൾ. എന്താ വാറോല? വാട്ട് ഈസ് വാറോല? സാജിദും പറയും. വാറോല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുത്തിക്കുറിച്ചിട്ടുണ്ടാവുമല്ലോ, വായിച്ചാലും മനസ്സിലാവില്ല, ചിന്തിച്ചാലും മനസ്സിലാവില്ല. എഴുതുന്ന ഒരു പേപ്പർ അങ്ങനെ എഴുതുന്ന സാധനത്തിന് വാറോല എന്ന് പറയാം. ആ വാറോല ഒരു കൊടുത്ത് തിരികാൻ നിൽക്കുകയാണ്. ഞാൻ അതിന് കാത്തിക്കണോ? ഞാൻ കോടതിയെ സമീപിക്കും. ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വക്കീൽമാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്. അല്ല, ഞാനിപ്പോൾ എനിക്ക് ഒരു പ്രമാദകരമായ വിഷയം, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഈ വിഷയം, ഈ 3 കൊല്ലം അമ്പകുരം തുടർന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഈ 188 കേസുകൾ, ഇതിൽ പോലീസ് നടത്തിയ വെട്ടിപ്പ്, ഇതിൽ നടന്നിട്ടുള്ള മറ്റു സംഗതികൾ, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ആ അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തീരുമാനിക്കണം. അത് സർക്കാരിനോട് തീരുമാനിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്. ഹൈക്കോടതി വിലയിരുത്തണം കേരളത്തിലെ എന്താ പറയുക സത്യസന്ധരമായ ഓഫീസേഴ്സിനെ. അവരുടെ എന്താ പറയുക സർവീസ് ഹിസ്റ്ററി പരിശോധിക്കണം. ആ ഹിസ്റ്ററി പരിശോധിച്ച് സത്യസന്ധരാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന ആ അന്വേഷണ സംഘത്തെ കോടതി നിശ്ചയിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കട്ടെ. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ PV Anwar ഉൾപ്പെടുത്തട്ടെ. PV Anwar ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ജില്ലാ സെക്രട്ടറി ഇന്നലെയും പറഞ്ഞു, ഇന്നലെയുള്ള സ്റ്റേറ്റ്മെന്റിലൊക്കെ പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയയിലെ ആളുകൾക്ക് വേണ്ടിയാണ് അൻവർ സംസാരിക്കുന്നത്, അവരെ സഹായിക്കലാണ് ലക്ഷ്യം, അത് അവരുടെ ഇടനിലക്കാരനാണ്, പാർട്ണർഷിപ്പ് ആരോപണമുണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിൽ. അത് ഈ സ്വർണ്ണക്കടത്തിനേക്കാളും ലാഭമാണ് മറ്റേത്. എന്തായാലും പറയാം, MDMA എന്താ മയക്കമരുന്ന്, അത് അയാൾ വിട്ടുപോയതായിരിക്കും.
അങ്ങോട്ട് ഇത് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. അല്ലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം പി വി അൻവറിന്റെ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രി സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ ഉറപ്പായി. കാര്യത്തിൽ വ്യക്തമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായിട്ടില്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിനും റഹീമിനും പിന്നെ ടീച്ചർക്കും ബാലം സഖാവിനും മാത്രമേ ഉറപ്പായത്. ഇനി ബാക്കിയുള്ളവർക്ക് കൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉറപ്പായി വരും. അതെ അതെ പിന്നെ അങ്ങനെ കെട്ടിയിട്ടിരിക്കല്ലേ LDF-ല്. എങ്ങനെ ഓരോ കാലൂരി പിന്നെ വിരലൂരി കയ്യൂരി. ഇതിപ്പോ ഇടവണ്ണയിലും ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്. CPM-ന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ വീടിന്റെ മുന്നിൽ തന്നെ പോസ്റ്റർ വന്നു. അപ്പൊ വീടിന്റെ മുന്നിലല്ല പോസ്റ്റർ, എന്റെ പറമ്പിലാണ്. ആ ബോർഡ് വെച്ചിരിക്കുന്നത് എന്റെ പറമ്പിലാണ്. പോയി വെക്കൂ. കാരണം ഇവിടെ റോഡിൽ വെക്കാൻ സ്ഥലമില്ല, റോഡ് കൺജസ്റ്റഡാ. അപ്പോൾ ഒരാൾ വെച്ചോട്ടെ, അവർക്ക് വെക്കാലോ. ഞാൻ ഈ വിമർശനം എനിക്കെതിരെയുള്ളൊരു വിമർശനമാണല്ലോ, അത് എന്റെ പറമ്പിൽ തന്നെ കിടക്കട്ടെ. അൻവറിനൊപ്പം പാർട്ടിയിൽ ഒരു പാർട്ടി മെമ്പർ പോലും ഉണ്ടാവില്ല. അൻവറിന് ഒരു നാവേ ഉള്ളൂവെങ്കിൽ പാർട്ടിക്ക് ലക്ഷം നാവുണ്ടെന്നാണ് EN മോഹൻദാസ് പറയുന്നത്. ആണല്ലേ? എങ്ങനെ നേരിടാൻ കഴിയും? അപ്പോ ബഹുമാനപ്പെട്ട ആ പറഞ്ഞ ആളുകളോട് ഈ പറഞ്ഞ മന്ത്രിമാരൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ആ പോസ്റ്റിനടിയിൽ കമന്റ് ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എത്ര നാവാണ് അതിന്റെ അടിയിലുള്ളത് നോക്കാം. അത് നോക്കിയാൽ മതി. അത് ആ സാധുവിനെ അറിയാത്തോണ്ടാ. കാര്യം ഈ ഭരണത്തിൽ അല്ലെങ്കിൽ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ നീതി കിട്ടാത്ത രണ്ട് വിഭാഗം, ഒന്ന് പാർട്ടിക്കാരും മറ്റൊന്ന് ന്യൂനപക്ഷമാണ്. ഈ രണ്ട് വിഭാഗത്തിലെയും പിന്തുണ ഈ ഘട്ടത്തിൽ താങ്കൾ ഒരു പൂർണ്ണമായിട്ട് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൈക്കെടുത്ത് ഇനി പറയാൻ പോകുന്നത് ഈ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് പാർട്ടി സഖാക്കളും താഴേക്കടയിലുള്ള പാർട്ടി സഖാക്കളും താഴേക്കടയിൽ ലീഡർഷിപ്പ്. ഒരു തർക്കമില്ല. ഒരു നീതിയും കിട്ടാത്തത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. അതിലൊരു തർക്കമില്ല. അതിൽ ആ സ്റ്റേറ്റ്മെന്റിലൊന്നും ഒരു മാറ്റമില്ല. അനുഭവങ്ങളാണ് പറയുന്നത്. ആസൂത്രണം ചെയ്താണ് ഈ കാര്യം ചെയ്തതെന്നാണ് പി രാജി പറയുന്നത്. UDF ആയിരുന്നുവെങ്കിൽ ഈ സ്ഥിതി ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നൊരു വിശ്വാസം താങ്കൾക്കുണ്ടോ? അല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്റെ പൊന്നുമാശ ആസൂത്രണം ചെയ്ത് നടത്തുന്നതാണ് എന്നാണ് ഇപ്പൊ പി രാജി പറയുന്നത്. പറയണ്ടോ എഴുതിയിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല ഇപ്പൊ. അല്ല, പറയട്ടെ വരട്ടെ. ആസൂത്രണം ചെയ്ത എനിക്ക് ഇനി കുറച്ച് കാര്യം വേറെയും പറയണ്ട്. പറഞ്ഞോ? പി രാജി പറഞ്ഞു. പറഞ്ഞെങ്കിൽ നമുക്ക് നോക്കാം. ഞാനൊന്ന് കാണട്ടെ. നമുക്ക് നോക്കാന്ന്. അല്ല, ഈ മുറ്റത്ത് കുറെ ആൾക്കാരെ കാണുന്നില്ല നിങ്ങള്. ഈ 4 ആളെ പിന്തുണ മതിയല്ലോ നമുക്ക്. എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ എന്റെ ഡ്രൈവറെ പിന്തുണ മതി അല്ലെ? ഈ സംഗതി എഴുതണമെങ്കിൽ എന്റെ കൂടെ എന്റെ സ്റ്റാഫിന്റെ പിന്തുണ മതി. പിന്നെ ഇപ്പൊ ഈ വീടിന് സംരക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് 15-20 ദിവസമായി. മനസ്സിലായോ? എന്റെ ഭാര്യ മക്കൾ ഒറ്റക്ക ഈ 100 കൊല്ലം പഴക്കൽ ഈ വലിയൊരു വീട്ടില് ഇവിടെ ഒരു ഗേറ്റ് അടക്കള നിങ്ങൾ കണ്ടല്ലോ. ഇവർക്കൊരു സംരക്ഷണം ഏർപ്പെടുത്തണം ഭീഷണിയാണ്. ഇതുവരെ ഒരു മറുപടി പോലും ഇല്ല. മറുപടി എന്നിട്ടില്ല. അപ്പം ഇനിയിപ്പോ എന്റെ 2 പോലീസുകാരുണ്ട്. അത് നാളെ രാവിലെ പിൻവലിക്കുമെന്ന് അറിയില്ല. കാരണം അത് കാച്ചണമെങ്കിൽ ഒരു കൂടി വേണ്ടല്ലോ. ഇനി പിന്നെ ഞാൻ തോക്കിന് കൊടുത്തിട്ടുണ്ട്. ആ തോക്ക് ലൈസൻസ് കിട്ടുന്ന യാതൊരു ഉറപ്പും ഇപ്പം എനിക്കില്ല. മനസ്സിലായോ? പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ അങ്ങാടി കൂടെ ഞാൻ നടക്കും. ഒന്നുമില്ലെങ്കിലും ആ ചാപ്പുണ്ടല്ലോ, അത് ഈ ശരീരത്തിൽ പിടിക്കൂല. മറ്റത് പിടിക്കും. അത് 6 കാര്യത്തിൽ പിടിക്കും. അത് ചെയ്തോട്ടെ. അത്രതിനെ കുറിച്ച് പറയാനില്ല. ഞാൻ ആ സാധനം നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് കൊണ്ടോട്ടി പോവാ. ഇതെല്ലാം കൂടെ തന്നിട്ട് നിങ്ങൾ എന്താക്കാനാ? ഇല്ല, ഇന്ന് നമ്മൾ കൊണ്ടോട്ടിയാ പുറത്തു വിടുന്നു. ഞാൻ നിങ്ങളൊന്ന് കാണട്ടെ. സ്വാഗതം ചെയ്യുന്നവർക്ക് സ്വാഗതം ചെയ്യാം, തള്ളുന്നവർക്ക് തള്ളാം, കൊള്ളുന്നവർക്ക് കൊള്ളാം. ഈ വണ്ടി തീവണ്ടി ഇങ്ങനെ പോകും. അത് ജനങ്ങളെ കണ്ടിട്ടില്ല തീവണ്ടിയാ. അതിൽ കയറുന്നവർക്കൊക്കെ കയറാം. എല്ലാ ബോഗിയും ഫ്രീയാ. ഇനി ഒന്നുമില്ലേ, നേരെ ഷെഡ് കൊണ്ടു നിർത്തി താക്കോല് വീരിട്ട് ഹായ് ഞങ്ങൾ പോകും. ഇത്രേ ഉള്ളൂ. ഈ മറ്റ് MLA-മാരിൽ നിന്നും താങ്കളെ വ്യത്യസ്തമാക്കിയിരുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് മറുപടി നൽകി. അതിന്റെ പിന്നിൽ CPM-ന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞിരുന്നു സൈബർ സഖാക്കൾ. ഇനി അവരുണ്ടാവില്ലല്ലോ. അപ്പോൾ പുതിയ സോഷ്യൽ മീഡിയ ടീമിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഞാനല്ല, ഭാര്യ മക്കളെ ഏൽപ്പിച്ച് എഴുതാനും അല്ല എഴുതും. അല്ല, ആരെയും എഴുതണ്ടേ? അപ്പോൾ എഴുതിക്കോളും. അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ അങ്ങനെ പോകും. ആർക്കതിൽ പേടിയുണ്ട്? ഞാൻ പണ്ടേ പറഞ്ഞ എന്നെ മഹാത്മാഗാന്ധിയാക്കണ്ട. എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ മടിയിൽ കനമില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണെന്ന് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു സാധാ സീത നിങ്ങളെപ്പോലെയൊക്കെയുള്ള ഒരു മനുഷ്യൻ. എനിക്കെന്തിനാ ഭയപ്പെടാൻ? എന്തിനു പേടിക്കാനാണ് നിൽക്കുന്നത്? ഒന്നുമില്ല. ആ വക സർക്കസ് സെറ്റിന്റെ അടുത്ത് ആരും വരണ്ട. ഇതൊന്നുമില്ലാത്ത കാലത്തും ഇതിലേറെ ശത്രുക്കളില്ല കാലത്തും
ഈ നാട്ടിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അത് ഇനിയും ആയുസിനും ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കും, അതിനൊരു തർക്കമില്ല. തെരഞ്ഞെടുപ്പിന് പുറമെ ഇന്നലെ താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് ആരെങ്കിലും ഒരു വലിയ പോസ്റ്റിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒത്തുതീർപ്പോ മറ്റൊക്കെ ആയിട്ട് ഇന്ന് സാധ്യത വെച്ച് വിളിച്ചിട്ടുണ്ട്? ഇന്നലെ അത് കഴിഞ്ഞിട്ടോ ഒരാളും വിളിച്ചിട്ടില്ല, അതിന് മുമ്പൊക്കെ വിളിച്ചിട്ടില്ല, അതിന് ആരും വിളിച്ചിട്ടില്ല. അപ്പോ പിന്തുണ അറിയിച്ചവരുണ്ടല്ലോ അവര് എല്ലാവർക്കും വണക്കം. അല്ല അവര് പിന്തുണ തുടരുന്നുണ്ടോ? അത്ര അറിയില്ല, ഞാനിപ്പോ നിങ്ങളെ പോലെ ഗാലറിയില്ല. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേതൃത്വം അല്ല, പൊതുവായിട്ട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കരുത് എന്ന അർത്ഥത്തിലൊന്നും പറഞ്ഞില്ല. പൊതുവായിട്ട് നിങ്ങളിതൊന്ന് നിർത്തിയാൽ തിരക്കിടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനൊന്നുമില്ല. എന്താ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു? പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം ആരോ ഗോവിന്ദ മാഷ പറയട്ടെ, ഞാൻ സെക്രട്ടറി ആയിരുന്നു, ഇത് പറയാതിരിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് പിരിച്ചുവിടാം. അപ്പൊ ലാൽ സലാം എവരിബഡി. കൊണ്ടോട്ടി 5 മണിയാക്കാം നമുക്ക്. ഇന്ന് രാവിലത്തെ പരിപാടി കുറച്ച് വെയിലാറിക്കോട്ടെ. 5 മണിക്ക് എന്താ? അല്ല, അതിന് വേറെ ആളില്ലേ? കൊണ്ടോട്ടിന്ന് ഒരു ടീമിനിട്ട് വന്നാൽ മതി. നിങ്ങളെ മെയിൻ ആളുകളൊന്നും കാണുന്നില്ലല്ലോ. അല്ലല്ല, അതിന് നമുക്ക് രാത്രി കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് കൊണ്ടോട്ടി ഇരിക്കാം. അപ്പൊ ചില കൊണ്ടോട്ടി at 5 o'clock.